കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നെറ്റ് പരീക്ഷ റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച് SFI AG's ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാവർട്ടിയിൽ മകൻ അമ്മയെ വെട്ടിക്കൊന്നു. കുണ്ടുവക്കടവ് റോഡിൽ ചെറിയാൻ ഭാര്യ ഡോളിയാണ് കൊല്ലപ്പെട്ടത്. മകൻ ബെൻഹറിനെ പാവർട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാലടി സർവകലാശാലയിൽ VC-ക്കെതിരെ ശവമഞ്ചം ചുമന്ന നടപടി പ്രാകൃതമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ആഭ്യന്തരമന്ത്രി. മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ ചെയർമാന്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച വിദ്യാർത്ഥി സംഘടനകൾ. ചെയർമാന്റെ വീട് KSU ഉപരോധിച്ചു. SFI പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. നാലോണ നാളിൽ തൃശൂർ നഗരത്തിൽ നടക്കുന്ന പുലിക്കളിക്ക് കൊടിയേറി. പുലിക്കളി സംഘങ്ങൾക്കുള്ള ആദ്യ ഗഡു ധനസഹായം കോർപ്പറേഷൻ വിതരണം ചെയ്തു. ചിങ്ങപ്പുലരിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ രക്ഷിതാക്കളോടൊപ്പം എത്തിയ 4 വയസ്സുകാരിയെ തെരുവുനായ ആക്രമിച്ചു. കൈക്കും മുഖത്തും തലയ്ക്കും പരിക്കേറ്റ കുട്ടി അപകടനില തരണം ചെയ്തു. വാൽപ്പാറ 1-ാം ഹെയർപിൻ വളവിന് സമീപം വിനോദയാത്രാ സംഘം സഞ്ചരിച്ചിരുന്ന വാൻ മറിഞ്ഞു. രാമേശ്വരം സ്വദേശികളായ 20 പേർക്ക് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. നെറ്റ് പരീക്ഷ റദ്ദ് ചെയ്തതിൽ പ്രതിഷേധിച്ച് SFI തൃശൂർ AG's ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്കു നേരെ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. SFI തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് AG's ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തിയതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. പലതവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമത്തിൽ നിന്നും പിന്തിരിഞ്ഞില്ല. ഒടുവിൽ നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത്. തുടർന്ന് നടന്ന ധർണ SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഉദ്ഘാടനം ചെയ്തു. പാവർട്ടിയിൽ മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി. പാവർട്ടി കുണ്ടുവക്കടവ് റോഡിൽ താമസിക്കുന്ന തരകൻ വീട്ടിൽ ചെറിയാന്റെ ഭാര്യ 65 വയസ്സുള്ള ഡോളിയാണ് കൊല്ലപ്പെട്ടത്. മകൻ ബെൻഹറിനെ പാവർട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. വീടിന്റെ മുൻവശത്ത് മതിൽ നിർമ്മിക്കാനെത്തിയ ജോലിക്കാരനുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന അമ്മ ഡോളിയെ അകത്തുനിന്നും കത്തിയുമായി എത്തിയ മകൻ ബെൻഹർ ആക്രമിക്കുകയായിരുന്നു. ഉടൻ തന്നെ ജോലിക്കാരൻ മകന്റെ കയ്യിൽ നിന്നും കത്തി പിടിച്ചു വാങ്ങിയെങ്കിലും മകൻ അകത്തുപോയി മറ്റൊരു വെട്ടുകത്തി കൊണ്ടുവന്ന് അമ്മയുടെ തലയിലും കഴുത്തിലും വെട്ടുകയായിരുന്നെന്ന് പറയുന്നു. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ചേർന്ന് ഡോളിയെ ആദ്യം പാവർട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാനസിക അസ്വാസ്ഥ്യമുള്ള വ്യക്തിയാണ് ബെൻഹർ എന്ന് പറയുന്നു. തുടർച്ചയായി പുകവലിക്കുന്ന ശീലമുള്ള അവിവാഹിതനായ ഇദ്ദേഹം മറ്റ് ജോലികൾക്കൊന്നും പോകാതെ അമ്മയോടൊപ്പം താമസിച്ചു വരികയായിരുന്നു. ഗുരുവായൂർ ACP സുരേന്ദ്രൻ മങ്ങാട്ട്, CI ആന്റണി ജോസഫ് നെറ്റോ, SI മഹേഷ് എന്നിവർ സംഭവസ്ഥലത്തെത്തിയിരുന്നു. കാലടി സർവകലാശാലയിൽ VC-ക്കെതിരെ ശവമഞ്ചം ചുമന്ന നടപടി പ്രാകൃതമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഗുരുവായൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ ശവമഞ്ചം ചുമന്നുകൊണ്ട് പോയി അവരെ അപമാനിക്കുന്ന നടപടി ഒരിക്കലും അനുകൂലിക്കാൻ കഴിയില്ല. ഇത് ചെയ്തവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും. ഇതൊന്നും ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ലെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. 75 ദിവസം പിന്നിടുന്ന ഓപ്പറേഷൻ തൂഫാൻ വൻ വിജയമാണെന്നും സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ SI-മാരെ SHO-മാരാക്കിയുള്ള പോസ്റ്റിംഗ് 2 ദിവസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. വളരെ ദൗർഭാഗ്യകരമായ സംഭവം. ഒരിക്കലും ഒരു ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ ശവമഞ്ചം ചുമന്നുകൊണ്ട് പോയി അവരെ അപമാനിക്കുന്ന, ആക്ഷേപിക്കുന്ന നടപടി ഒരിക്കലും അനുകൂലിക്കാൻ കഴിയില്ല. ചെയ്തവർക്കെതിരെ കർശന നടപടി. ഒരു സംശയം, ഇതൊന്നും ഒരു പരിഷ്കൃത സമൂഹത്തിൽ ചേർന്നതല്ല.
ഒരു വൈസ് ചാൻസലറെ, ജീവിച്ചിരിക്കുന്ന വൈസ് ചാൻസലറുടെ പേര് ശവമഞ്ചമുണ്ട്. ഇതേത് പ്രാകൃതമായ സമര ആഭാസമാണ്? ഇതിനെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? അതുകൊണ്ട് അത് നിയമം അനുശാസിക്കുന്ന ശിക്ഷ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അല്ല, ഗൗരവമായ കാര്യമല്ലേ ഇത്? ഒരു വൈസ് ചാൻസലറെ മർദ്ദിക്കുക, അടിക്കുക, ശവമഞ്ചം ചുമക്കുക, പോലീസ് ശക്തമായ നടപടി. വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ ചെയർമാനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാത്തവർ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണെന്ന സ്കൂൾ ചെയർമാന്റെ സന്ദേശത്തിനെതിരെ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിച്ചു. സ്കൂൾ ചെയർമാന്റെ വീട് KSU പ്രവർത്തകർ ഉപരോധിച്ചു. പ്രതിഷേധക്കാരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മാള SI ഫൈസൽ കോറോത്തിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം ചെയർമാന്റെ വീടിന് മുന്നിലും സ്കൂളിന് മുന്നിലും ക്യാമ്പ് ചെയ്തിരുന്നു. SFI പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി PA അശ്വിൻ ഉദ്ഘാടനം ചെയ്തു. SFI മാള ഏരിയ ജോയിന്റ് സെക്രട്ടറി അനന്തു ഷാജി അധ്യക്ഷത വഹിച്ചു. CPM മാള ഏരിയ കമ്മിറ്റി സെക്രട്ടറി TK സന്തോഷ്, TR അഭിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നാലോണ നാളിൽ തൃശൂർ നഗരത്തിൽ നടക്കുന്ന പുലിക്കളിക്ക് കൊടിയേറി. നടുവിലാലിൽ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, MLA രാജൻ പല്ലൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ് എന്നിവർ ചേർന്ന് കൊടിയേറ്റം നിർവഹിച്ചു. ഇത്തവണ 9 സംഘങ്ങളാണ് പുലിക്കളിക്ക് പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 29-ന് വൈകിട്ട് 4 മുതൽ നഗരത്തിൽ പുലികളിറങ്ങും. പുലിക്കളിക്കുള്ള ഒരുക്കങ്ങൾ പുലിമടകളിൽ സജീവമായി നടന്നുവരികയാണ്. പുലിക്കളിക്കുള്ള ധനസഹായത്തിന്റെ ആദ്യ ഗഡു മേയർ വിതരണം ചെയ്തു. പുലിക്കളി സംഘാടക സമിതി ജനറൽ കൺവീനർ TR സന്തോഷ്, പ്രതിപക്ഷ നേതാവ് TR ഹിരൺ, കൗൺസിലർ പൂർണിമ സുരേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചിങ്ങപ്പുലരിയിൽ കണ്ണനെ കാണാൻ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. നിർമ്മാല്യ ദർശനത്തിനായി നട തുറന്നു മുതൽ ഭക്തരുടെ നീണ്ട നിരയായിരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രി ബിന്ദു കൃഷ്ണ എന്നിവർ ദർശനം നടത്തി. പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയാണ് തിരക്ക് നിയന്ത്രിച്ചത്. കർക്കിടകത്തിന്റെ 1 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ വിവാഹ തിരക്ക് ആരംഭിച്ചു. 77 വിവാഹങ്ങളാണ് ക്ഷേത്രസന്നിധിയിൽ നടന്നത്. ഈ മാസം 23-നും 30-നും റെക്കോർഡ് വിവാഹ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ രക്ഷിതാക്കളോടൊപ്പം എത്തിയ 4 വയസ്സുകാരിയെ തെരുവുനായ ആക്രമിച്ചു. കൈക്കും മുഖത്തും തലയ്ക്കും പരിക്കേറ്റ കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. അന്തിക്കാട് പുത്തൻപിഴുക പുലിക്കോട്ടിൽ ടോണിയുടെ മകൾ 4 വയസ്സുള്ള റൊസാരിയോയ്ക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. ഞായറാഴ്ച ആശുപത്രിയിലെ ഡയമണ്ട് ജൂബിലി ബ്ലോക്കിന് മുന്നിലായിരുന്നു സംഭവം. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയുടെ കൈക്ക് പ്ലാസ്റ്റിക് സർജറി നടത്തി. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ടോണിയുടെ മാതാവിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാനായി വന്നതായിരുന്നു കുടുംബം. ടോണിയും സഹായിയും ചേർന്ന് അമ്മയെ വാഹനത്തിൽ കയറ്റുന്നതിനിടെ 8 വയസ്സുകാരിയായ ചേച്ചിയോടൊപ്പം പുറത്തു നിൽക്കുകയായിരുന്ന റൊസാരിയോയെ പാഞ്ഞുവന്ന തെരുവുനായ ആക്രമിക്കുകയായിരുന്നു. സംഭവം കണ്ട് സെക്യൂരിറ്റി ജീവനക്കാർ ഓടിയെത്തിയപ്പോഴേക്കും നായർ ഓടി രക്ഷപ്പെട്ടു. വാൽപ്പാറ ഹെയർപിൻ വളവിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന മിനി ബസ് മറിഞ്ഞ് 20 പേർക്ക് പരിക്കേറ്റു. രാമേശ്വരം സ്വദേശികളായ ഇവരെ പൊള്ളാച്ചി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് കൊണ്ടൈ ആയിലായിരുന്നു അപകടം. രാമനാഥപുരം ജില്ലയിലെ പാമ്പനിൽ വിനോദസഞ്ചാരം കഴിഞ്ഞ് മടങ്ങിയായിരുന്ന 23 അംഗ സംഘം ബ്രേക്ക് തകരാറിലായതിനെ തുടർന്ന് നിയന്ത്രണം തെറ്റിയ വാഹനം റോഡരികിൽ മറിയുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ അഗ്ലി പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Tradition crafted to perfection. The rich taste of Kerala Payasam, now as creamy, indulgent ice cream. Every spoonful bursting with the timeless taste of India. French Dairy Matka Kulfi and Payasam ice cream. Only from French Dairy Ice Creams. French Dairy, a taste factory. ഫ്യൂച്ചർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് NBFCയുടെ പുതിയ ബ്രാഞ്ച് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസ് ഇനോഗ്രേഷൻ ഓഗസ്റ്റ് 22-ന് രാവിലെ 10:45-ന് കൈലാസം ടവർ, ചേറ്റുപുഴ, ഒളരി, തൃശൂർ. ഉദ്ഘാടനത്തിന് ഞാനും എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ ഞാനും. അപ്പോ നേരിൽ കാണാം. ഫ്യൂച്ചറിനോടൊപ്പം ചേരൂ, ഭാവി സുദൃഢമാക്കൂ.
പ്രമേഹം മൂലം കാലിലെ മുറിവ് പഴുത്ത് ഇനി കാൽ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയോ? ഇനി ആ പേടി വേണ്ട. പ്രമേഹ ചികിത്സാ രംഗത്ത് വിദഗ്ധനായ സീനിയർ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിൽ പോലും കാൽ മുറിച്ചു മാറ്റാതെ അത്യാധുനിക രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കിയ വിജയകരമായ ചരിത്രം 5ാം വർഷത്തിലേക്ക്. സമഗ്ര പ്രമേഹ നിയന്ത്രണ ചികിത്സകൾ. ഇനി ഭയം വേണ്ട. പ്രമേഹ ബാധിതരുടെ കാലുകൾ മുറിച്ചു മാറ്റാതെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള അത്യാധുനിക ചികിത്സാ രീതികളുമായി വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രമേഹത്തെ നമുക്ക് കീഴടക്കാം. എറൈസ് നിങ്ങളോടൊപ്പം. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ, വില്ലടം, നെല്ലുവായി. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട്, ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. കുട്ടി സഖാവ് എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ വൈറലായ മുഹമ്മദ് സിയാനും സംഘത്തിനും തൃശൂരിലെ DYFI സംസ്ഥാന സമ്മേളന വേദിയിൽ സ്വീകരണം നൽകി. EMS സ്ക്വയറിലെ സമ്മേളന വേദിയിലാണ് മലപ്പുറം തിരൂർ വെട്ടം ഹെൽത്ത് സെന്റർ യൂണിറ്റിലെ ബാലസംഘം പ്രവർത്തകർ എത്തിയത്. ഇൻസ്റ്റഗ്രാമിൽ 20 ലക്ഷം പേർ പിന്തുടരുന്ന മുഹമ്മദ് സിയാന്റെ കുട്ടി സഖാവ് അക്കൗണ്ട് മെറ്റ നീക്കം ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കം രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ നിരവധി പ്രമുഖരാണ് ഇതിനെതിരെ കമന്റിട്ടത്. പിണറായി വിജയൻ മുഹമ്മദ് സിയാനെയും കൂട്ടുകാരെയും വീഡിയോ കോളിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. പ്രശ്നത്തെക്കുറിച്ച്, പ്രമേയത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. ഒരുപക്ഷെ നമ്മുടെ കാലത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട, നിങ്ങൾക്കറിയാം, ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും ഏറ്റവും ഇടതുപക്ഷ രാഷ്ട്രീയം അതിന്റെ സാമൂഹിക വലിയ തോതിൽ ഗുരുവായൂരിൽ ആൾതാമസമില്ലാത്ത വീട് കുത്തിത്തുറന്ന് മോഷണം. കോട്ടപ്പടി പിള്ളക്കാട് എഴിക്കോട്ടയിൽ അബ്ദുൾ സലീമിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. സലീം വിദേശത്താണ്. ഭാര്യ ഫൗസിയ കഴിഞ്ഞ തിങ്കളാഴ്ച സഹോദരിയുടെ വീട്ടിലേക്ക് പോയതായിരുന്നു. വൈകിട്ട് തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മുൻവശത്തെ വാതിൽ കുത്തിത്തുറന്ന് അകത്തുകയറിയ മോഷ്ടാക്കൾ അലമാരകളും മേശകളും തുറന്ന് സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ്. 2000 രൂപയോളം നഷ്ടപ്പെട്ടതായി വീട്ടുകാർ പറഞ്ഞു. ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മാസങ്ങൾക്ക് മുൻപ് മേഖലയിലെ 3 വീടുകളിലും സ്ഥാപനങ്ങളിലും മോഷണം നടന്നിരുന്നു. കോടന്നൂരിൽ യുവാവിനെയും യുവതിയെയും കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കോടന്നൂർ കയ്യിലാത്ത വീട്ടിൽ അശ്വിനാണ് ചേർപ്പ് പോലീസിന്റെ പിടിയിലായത്. കോടന്നൂർ സെന്ററിലെ പെർഫെക്റ്റ് സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയ പുത്തൂർ ചെമ്പങ്കണ്ടം സ്വദേശി കുന്നപ്പള്ളം വീട്ടിൽ അരുണുമായി വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന യുവതി എന്നിവരെയാണ് പ്രതി കത്തികൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിൽ യുവാവിന്റെ നെഞ്ചിലും യുവതിയുടെ വയറിലുമാണ് കുത്തേറ്റത്. ചേർപ്പ് SHO KN മനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെ വിവാഹത്തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പുതിയ വിവാഹ മണ്ഡപം സ്ഥാപിച്ചു. ഇതോടെ ക്ഷേത്രത്തിന് മുന്നിൽ 5 വിവാഹ മണ്ഡപങ്ങളായി. ചെന്നൈയിൽ താമസിക്കുന്ന കാർത്യായനി എന്ന ഭക്തിയുടെ കുടുംബമാണ് വിവാഹ മണ്ഡപം വഴിപാടായി സമർപ്പിച്ചത്. നിലവിലെ 4 വിവാഹ മണ്ഡപങ്ങൾക്ക് സമാനമായാണ് പുതിയത് നിർമ്മിച്ചിട്ടുള്ളത്. 20 അടി നീളവും 10 അടി വീതിയുമുണ്ട്. 15 ലക്ഷം ചെലവിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് സമർപ്പണ ചടങ്ങ് നിർവഹിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ് B നായർ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ K ഗീത, ക്ഷേത്രം മാനേജർ AV പ്രശാന്ത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ക്ഷേത്രത്തിന് മുന്നിലെ ആദ്യ മണ്ഡപമായിട്ടാണ് പുതിയ മണ്ഡപത്തിന്റെ സ്ഥാനം. സമർപ്പണം കഴിഞ്ഞുടൻ പുതിയ മണ്ഡപത്തിൽ വിവാഹവും നടന്നു. കൊല്ലം കരുനാഗപ്പള്ളി അപ്പക്കുന്നൽ രോഹിത് തിലകനും തൃശൂർ പുതുക്കാട് പേരോത്ത് ആര്യയും തമ്മിലുള്ള വിവാഹമാണ് ആദ്യം നടന്നത്. ഇനി ഓണം പൊന്നോണം. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം.
ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഹോൾസെയിൽ ഡിസൈനേഴ്സ് ജുവലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. ഓണവിഭവങ്ങളിൽ കായ വറുത്തതിനും ശർക്കര വരട്ടിക്കും മലയാളികളുടെ രുചി ഓർമ്മകളിൽ സവിശേഷ സ്ഥാനമാണുള്ളത്. ഇത്തവണ വില കൂടുതലാണെങ്കിലും ആവശ്യക്കാർ കുറയുന്നില്ല. ഓണസദ്യയിൽ മാത്രമല്ല ഓണക്കാലത്തെ വിരുന്ന് യാത്രകളിലും ഒഴിച്ചുകൂടാനാകാത്തതാണ് കായോപ്പേരി ഇനങ്ങൾ. നേന്ത്രക്കായ അരിഞ്ഞ് വിവിധ ചേരുവകൾ ചേർത്ത് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്ന കായുപ്പേരിക്കും ശർക്കര വരട്ടിക്കും ഓണസദ്യാ വിഭവങ്ങളിൽ പ്രത്യേക പ്രാധാന്യമുണ്ട്. ചോറിനും കറികൾക്കും പായസത്തിനുമൊപ്പം കഴിക്കുന്ന ഈ വിഭവം സദ്യയ്ക്ക് വേറിട്ട രുചി നൽകുന്നു. കേരളത്തിന്റെ കാർഷിക സംസ്കൃതിയോടും വാഴകൃഷിയോടും ബന്ധമുണ്ട് കായുപ്പേരി വറുക്കലിന്. വീട്ടുമുറ്റത്തെ വാഴയിൽ നിന്നുള്ള കായ ഉപയോഗിച്ച് വീട്ടമ്മമാർ തന്നെ ഉപ്പേരി വറുത്തിരുന്ന കാലം ഇന്നും മുതിർന്നവർക്ക് ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മയാണ്. ബന്ധുവീടുകളിലേക്കുള്ള ഓണം കൊണ്ടുപോകലിന് കായോപ്പേരി ഇനങ്ങൾ അനിവാര്യമായതോടെ ഓണക്കാലത്ത് ഇതിനായി പ്രത്യേക വിപണി ഒരുങ്ങുന്നതും പതിവായി. എല്ലാ വർഷത്തേക്കാളും ഈ പ്രാവശ്യം ഓണവിപണി നല്ല അടിപൊളിയായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പുറത്തേക്ക് കയറ്റി അയക്കുന്നതും അതുപോലെ തന്നെ ഈ പെൺകുട്ടികളുടെ വീട്ടിലേക്ക് കൊടുത്തയക്കണൊക്കെയുള്ള ഓർഡറുകളൊക്കെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വിചാരിച്ചേക്കാൾ കൂടുതലാണ് ഈ പ്രാവശ്യത്തെ ഓണവിപണിയിൽ റേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും 5 രൂപ 4 രൂപ 10 രൂപയൊക്കെ വെച്ചിട്ടാണ് ഡിഫറൻസ് കായ്ക്ക് വരുന്നത്. ഏകദേശം നമ്മൾ 600 മുകളിലും വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ ചിപ്സ് കിലോ 600 രൂപയും അതുപോലെ നമ്മൾ ആട്ടി വെളിച്ചെണ്ണയിൽ നാടൻ കായയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത്തവണ നേന്ത്രക്കായയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില കൂടുതലായതിനാൽ കായ വറുത്തതിനും ശർക്കര വരട്ടിക്കും വില 600 രൂപയിലെത്തി. ഓണം ആഘോഷങ്ങളുടെ പുതിയ തലങ്ങളിലേക്ക് മാറുമ്പോഴും കാർഷിക സംസ്കൃതിയും നാട്ടുരുചിയും ഒത്തുചേരുന്ന കായവറവിനങ്ങൾക്ക് ഓണക്കാലത്ത് വീട്ടകങ്ങളിലും വിപണിയിലും പ്രിയമൊന്ന് വേറെ തന്നെയാണ്. ഫെസ്റ്റിവൽ ഡെസ്ക്, TCB. ഈ ഓണക്കാലത്ത് റുബിക്സ് ക്യൂബുകൾ കൊണ്ട് മാവേലിയുടെ രൂപമൊരുക്കി ശ്രദ്ധേയനായിരിക്കുകയാണ് ഒറ്റപ്പാലം സ്വദേശിയായ 4ാം ക്ലാസ്സുകാരൻ യാദവ്. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ഈ മിടുക്കന്റെ പ്രകടനം കണ്ട മേയറും ഡെപ്യൂട്ടി മേയറും യാദവിനെ പ്രത്യേകം അഭിനന്ദിച്ചു. റുബിക്സ് ക്യൂബിൽ പലതരത്തിലുള്ള രൂപങ്ങൾ സൃഷ്ടിക്കുന്ന മിടുക്കന്മാരെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഈ ഓണക്കാലത്ത് തീർച്ചയായിട്ടും മാവേലിയുടെ രൂപം റുബിക്സ് ക്യൂബിൽ ഒരുക്കിയാണ് ഒരു മിടുക്കൻ ശ്രദ്ധേയനായിരിക്കുന്നത്. മോന്റെ പേര്? യാദവ്. വീട് എവിടെയാ? ഒറ്റപ്പാലം. എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 4. ഏതൊക്കെ രൂപങ്ങൾ ഇങ്ങനെ സൃഷ്ടിക്കാറുണ്ട്? മെസ്സിയും നെട്ടതും. ഇത് മോൻ എത്ര കാലമായി പരിശീലിക്കുന്നു? മോന് 1ാം ക്ലാസ് മുതൽ റൂബിക്സ് ക്യൂബിനോട് താല്പര്യമുണ്ട്. അപ്പോൾ 3x3 ക്യൂബെല്ലാം തന്നെ അതിൻ്റെ അൽഗോരിതമൊക്കെ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ 3x3 മാറിയിട്ട് അത് 4x4 ആയി, 5x5 ആയി, 6x6 ആയി. അപ്പോൾ അതിലേക്ക് അവൻ കൂടുതൽ അതിലേക്ക് താല്പര്യങ്ങൾ കാണിച്ചു തുടങ്ങി. ചെറുപ്പം മുതലേ മോനെ ഇത്തരം കാര്യങ്ങളൊക്കെ താല്പര്യം ഗ്രേഡ് 1 തൊട്ട് സോൾവ് ചെയ്യാൻ പഠിച്ചു. പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് നമ്മൾ ഓരോന്ന് മേടിച്ചു കൊടുക്കും. പിന്നെ അത് യൂട്യൂബ് ട്യൂട്ടോറിയൽ നോക്കി അവൻ തന്നെ അങ്ങനെ പഠിക്കുകയാണ് ചെയ്യാറ്. ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ അവൻ തന്നെ ഫുൾ റിസർച്ച് എന്നുള്ള രീതിയിൽ ഫുൾ ടൈം റുബിക്സ് ക്യൂബിലാണ്. പ്രദർശനങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ടോ? സ്കൂളിൻ്റെ ടാലൻറ്റ് ഷോയിലാണ് അവന് അതിന് ആദ്യമായിട്ടൊരു അവസരം കിട്ടിയത്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ലോകകപ്പിൻ്റെ ഫൈനൽ ദിവസം മെസ്സിനെ ഇതുപോലെ ചെയ്യാൻ അവനൊരു അവസരം ഉണ്ടായി. അപ്പോൾ അതിൽ ഇതുപോലെ ഒരുപാട് ആൾക്കാർ അവൻ്റെ കഴിവ് അറിയും, അവനെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ യദു എല്ലാവിധ ആശംസകളും. ഹാപ്പി ഓണം. ഹാപ്പിയാണ്. വീടിന്റെ മട്ടുപ്പാവിൽ ചെണ്ടുമല്ലിപ്പൂക്കൾ വിരിയിച്ച് ശ്രദ്ധേയനാവുകയാണ് 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഗൗതം ശിവ. ചന്ദ്രാപ്പനി ഈസ്റ്റ് മാങ്കര വീട്ടിൽ സുജിത്ത് സ്റ്റഫി ദമ്പതികളുടെ മകനായ ഗൗതം കൃഷിയോടുള്ള താല്പര്യത്തിലൂടെയാണ് വേറിട്ട മാതൃകയാകുന്നത്. ചന്ദ്രാപിന്നി SN വിദ്യാഭവൻ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഗൗതം കഴിഞ്ഞ 2 വർഷമായി കൃഷിയിൽ സജീവമാണ്. വിവിധയിനം പച്ചക്കറികൾ കൃഷി ചെയ്തുകൊണ്ടായിരുന്നു കുട്ടി കർഷകന്റെ കൃഷിയിലേക്കുള്ള തുടക്കം. പിന്നീട് പൂക്കൃഷിയിലേക്കും ശ്രദ്ധ തിരിക്കുകയായിരുന്നു. ഗൗതമിന്റെ കൃഷിയോടുള്ള താല്പര്യത്തിന് പിന്നിൽ വലിയ പ്രചോദനമായത് അമ്മൂമ്മയും മികച്ച ജൈവ കർഷകയുമായ ഷീജ ഗുരുവായൂരാണ്. അമ്മൂമ്മയിൽ നിന്ന് കൃഷിയുടെ വിവിധ രീതികൾ മനസ്സിലാക്കിയ ഗൗതം പഠനത്തോടൊപ്പം കൃഷിയെയും ജീവിതത്തിന്റെ ഭാഗമാക്കുകയായിരുന്നു. മട്ടുപ്പാവിൽ
ഒരുക്കിയ ചെടിച്ചട്ടികളിൽ 120 ചെണ്ടുമല്ലി തൈകളാണ് ഗൗതം നട്ടുവളർത്തിയത്. പരിമിതമായ സ്ഥലത്തും ശാസ്ത്രീയമായും ജൈവ രീതിയിലും കൃഷി ചെയ്യാമെന്ന സന്ദേശമാണ് ഈ കുട്ടി കർഷകന്റെ പൂക്കൃഷി നൽകുന്നത്. സ്വന്തം അധ്വാനത്തിൽ വളർത്തിയ ചെണ്ടുമല്ലിയുടെ വിളവെടുപ്പ് ഗൗതത്തിന് ഏറെ സന്തോഷം പകരുന്നതായി. ഇതിനെനിക്ക് ചെയ്യാൻ തയ്യും വിത്തൊക്കെ നല്ല മീന്, പിന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ അമ്മയും വരും. എനിക്ക് സ്ക്രീൻ ടൈം ഒക്കെ കൂടിയപ്പോൾ എൻ്റെ നല്ലമ്മ വിത്തും പിന്നെ തയ്യൊക്കെ തന്നു. അതൊക്കെ നട്ടു വളർത്തി വലുതായപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് ആയി ഇതിലേക്ക്. കെ വത്സരാജ് MLA ചെണ്ടുമല്ലി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ കൃഷിയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ജൈവ പ്രകൃതിയിലേക്കും ആകർഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സമൂഹത്തിന്റെ ദൗത്യമാണ്. തീർച്ചയായും ഗൗതമനെ പോലെയുള്ള കൊച്ചുകുട്ടികളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സമൂഹത്തിന് വലിയ ഒരു മെസ്സേജാണ് നൽകുന്നത്. ഈ പ്രവർത്തനത്തെ നമുക്ക് മുക്തകണ്ഠം പ്രശംസിക്കുകയും അവനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, നാട്ടിക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, വാർഡ് മെമ്പർ സാജിദ അഷ്റഫ്, കൃഷി ഓഫീസർ KA മേഘ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. TCV ന്യൂസ് കയ്പമംഗലം. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഹോൾസെയിൽ ഡിസൈനേഴ്സ് ജുവലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. മറ്റു വാർത്തകൾ നോക്കാം. ലേബർ കോഡിലെ തൊഴിലാളി വിരുദ്ധ നടപടി പിൻവലിക്കുക, കരാർ തൊഴിലാളികൾക്ക് തുല്യ വേതനം നൽകുക, ബാങ്കുകളിൽ 5 ദിവസം പ്രവൃത്തി ദിവസമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BMSന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. BMS സംസ്ഥാന ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി C ബാലചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KV വിനോദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം, സംസ്ഥാന സമിതി അംഗങ്ങളായ TC സേതുമാധവൻ, AC കൃഷ്ണൻ, P ആനന്ദൻ, KV അച്യുതൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷൻ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. ടൗൺഹാളിൽ നടന്ന കർഷക ദിനാചരണം MLA രാജൻ പല്ലൻ ഉദ്ഘാടനം ചെയ്തു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. രാജൻ ജെ പല്ലൻ MLA മുഖ്യാതിഥിയായിരുന്നു. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് TR ഹിരൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കരോളി ജോഷോ, അഡ്വക്കേറ്റ് വില്ലി ജിജോ, TR സന്തോഷ്, ഷോമി ഫ്രാൻസിസ്, K ഗോപാലകൃഷ്ണൻ, മേഫി ഡെൽസൺ തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും ഗജപൂജയും നടന്നു. ദേവസ്വം കൊമ്പൻ അർജുനെ ഗജശ്രേഷ്ഠ ബഹുമതി നൽകി ആദരിച്ചു.
ആനപ്രേമികളായ വിവേക് മേനോൻ, ശ്രീരാഗ് വർമ്മ, മിഥുൻ മോഹൻ, ജയദേവ് ബാബു, അനിൽകുമാർ, ദേവിത്തറ എന്നിവർ ചേർന്നാണ് ബഹുമതി സമർപ്പിച്ചത്. ദേവസ്വം പ്രസിഡന്റ് കേണൽ PR.M. രവി, സെക്രട്ടറി K. ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി P. രാധാകൃഷ്ണൻ, മേളപ്രമാണി ചെറുശ്ശേരി കുട്ടന്മാരാർ തുടങ്ങിയവർ പങ്കെടുത്തു. ബൈക്ക് സൈലൻസറിന്റെ അമിത ശബ്ദം ചോദ്യം ചെയ്തിട്ടുള്ള വൈരാഗ്യത്തിൽ 2 യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 4 പ്രതികളെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മുരിങ്ങൂർ തെക്കുമുറി വില്ലേജ് കട്ടപ്പുറം സ്വദേശി പുളിക്കൽ വീട്ടിൽ സുജിത്, ചാലക്കുടി വിയാർപുരം സ്വദേശി പടിഞ്ഞാറേതിൽ വീട്ടിൽ അഞ്ചൽ, മുരിങ്ങൂർ തെക്കുമുറി വില്ലേജ് കട്ടപ്പുറം സ്വദേശി പുത്തൻപുരയ്ക്കൽ വീട്ടിൽ എബിൻ, കാതിക്കുടം സ്വദേശി പൂലൂത്ത് വീട്ടിൽ അതുൽ കൃഷ്ണ എന്നിവരാണ് പിടിയിലായത്. തൃശൂർ പൂങ്കുന്നം മഹാദേവ ക്ഷേത്രത്തിൽ പൂജാപുഷ്പങ്ങൾക്കായി ഭക്തൻ തെച്ചിപ്പൂങ്കാവനമൊരുക്കി. പാർലിക്കാട് സ്വദേശി ഡോക്ടർ ഐശ്വര്യ സുരേഷാണ് പുഷ്പോദ്യാനമൊരുക്കിയത്. സ്വാമി നിഖിലാനന്ദ സരസ്വതി, സ്വാമി നന്ദാത്മജാനന്ദ എന്നിവർ ചേർന്ന് ആദ്യ തൈനട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഐശ്വര്യ സുരേഷ്, ആദിത്യ സുരേഷ്, പ്രദീപ് കണ്ണൻ, ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി വാണിജ്യം. TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ആദ്യ വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. തൃശൂർ പള്ളിക്കുളം റോഡിൽ പ്രവർത്തിക്കുന്ന TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ആദ്യ വാർഷികത്തിന്റെ ഉദ്ഘാടനവും ആശീർവാദ കർമ്മവും പട്ടിക്കാട് സെന്റ് സേവിയേഴ്സ് ഫൊറോന വികാരി ഫാദർ തോമസ് വടക്കൂട്ട് നിർവഹിച്ചു. ആദ്യ വിൽപ്പന അമ്മാടം സ്വദേശി രവീന്ദ്രൻ നൽകി ഫാദർ തോമസ് വടക്കൂട്ട് നിർവഹിച്ചു. TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ പുലിക്കോടൻ ഷാജു, പത്നി സോമോൾ ഷാജു, മാനേജർമാരായ AS ഉണ്ണി, ഷായ്ജാൻ, കുടുംബാംഗങ്ങൾ, ഉപഭോക്താക്കൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാക്കുന്ന കേരളത്തിലെ പ്രീമിയം ജ്വല്ലറിയായ TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർഷികത്തോടനുബന്ധിച്ച് കസ്റ്റമേഴ്സിനായി 1 ഡേ ബിഗ് ഓഫറും വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. 3 പവനിൽ തുടങ്ങുന്ന വെഡ്ഡിംഗ് സെറ്റുകൾ, 1.5 പവനിൽ തുടങ്ങുന്ന ബേബി സെറ്റുകൾ തുടങ്ങിയവയെല്ലാം TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ലഭ്യമാണ്. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ HUID സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കാനുള്ള സുവർണ അവസരവും ഒരുക്കിയിട്ടുണ്ട്. ധ്രുവ കളക്ഷൻസ്, ബൊട്ടിക് ജ്വല്ലറി, 18 കാരറ്റ് ആഭരണങ്ങൾ, സിയോണ ഡയമണ്ട്സ് എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി കേരളത്തിലെ പ്രമുഖ ജ്വല്ലറികൾക്ക് സ്വർണ്ണാഭരണങ്ങൾ നൽകിവരുന്ന സ്ഥാപനമാണ് TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. തൃശൂർ കാസിനോ ഹോട്ടലിൽ ആരംഭിച്ച റൂട്ട് കലാ എക്സിബിഷൻ ശ്രദ്ധേയമാകുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കൈത്തറി വസ്ത്രങ്ങളും കരകൗശല ഉൽപ്പന്നങ്ങളുമാണ് പ്രദർശനത്തിൽ അണിനിരത്തുന്നത്. ഇന്ത്യയിലെ 14 സംസ്ഥാനങ്ങളിലെ നെയ്ത്തുകാരിൽ നിന്ന് ഇടനിലക്കാരില്ലാതെ നേരിട്ടെത്തിച്ച കൈത്തറി വസ്ത്രങ്ങളുടെയും നിത്യജീവിതത്തിൽ ആവശ്യമുള്ള കരകൗശല ഉൽപ്പന്നങ്ങളുടെയും വൈവിധ്യമാർന്ന ശേഖരമാണ് റൂട്ട് കല എക്സിബിഷനിൽ ഒരുക്കിയിരിക്കുന്നത്. ഹാൻഡ്ലൂം, കോട്ടൺ, പ്യുവർ സിൽക്ക് സാരികൾ, ചുരിദാറുകൾ, ഷർട്ടുകൾ, ബാഗ്, ചെരുപ്പ്, പരവതാനികൾ, ലേഡീസ് ഫാൻസി ഇനങ്ങൾ തുടങ്ങിയവയുടെ വൈവിധ്യമാർന്ന ശേഖരമാണ് പ്രദർശനത്തിലുള്ളത്. ഭാരത് ഹാൻഡ്ലൂം, ട്രഡീഷണൽ ഓഫ് കൊൽക്കത്ത, രാധേ കൃഷ്ണ സാരി ഹാൻഡ്ലൂം, അൽഷിഫ ഹാൻഡ്ലൂം, റായൻ സിൽക്ക് ഹൗസ് കോട്ട, MD ക്രിയേഷൻ മുംബൈ, ബ്യൂട്ടിഫുൾ ക്രിയേഷൻസ് ഫാൻസി ആൻഡ് ഹാൻഡ്ലൂം സാരീസ് ബാംഗ്ലൂർ, മിർസാപൂർ കാർപ്പറ്റ്സ് ആൻഡ് ഡോർമാറ്റ്സ്, ജയ്പൂർ ഹാൻഡ്ലൂം ഖാദി കളക്ഷൻ, ഒഡീഷ ട്രൈബൽ ജ്വല്ലറി, ബാഗ്രൂ പ്രിന്റ്, ജയ്പൂർ കോട്ടൺ സാരി ആൻഡ് ഡ്രസ് മെറ്റീരിയൽസ്, ഒഡീഷ ആൻഡ് ബംഗാൾ ഹാൻഡ്ലൂം ആൻഡ് കോട്ടൺ സാരി, രാജസ്ഥാൻ, പഞ്ചാബ്, കോലാപുരി ചപ്പൽസ്, ജയ്പൂർ മെൻ ആൻഡ് വുമൺ പ്രിന്റഡ് കോട്ടൺ ഷർട്ട്സ്, പ്യുവർ ലെതർ വിത്ത് ശാന്തിനികേതൻ പ്രിന്റഡ് ബാഗ്സ് ആൻഡ് പേഴ്സസ്, രാജസ്ഥാൻ മൗത്ത് റിഫ്രഷ്നർ ആൻഡ് ഡൈജസ്റ്റീവ് ഐറ്റംസ്, ലേഡീസ് ഫാൻസി ഐറ്റംസ്, കീ ചെയിനുകൾ, കലാമേന്മയുള്ള കിച്ചൺ വെയേഴ്സ്, കരകൗശല വസ്തുക്കൾ, വിവിധതരം ബാഗുകൾ, ഹാൻഡ്മെയ്ഡ് ചുമരലങ്കാരങ്ങൾ, വയർ കലിഗ്രാഫി തുടങ്ങിയവ മിതമായ നിരക്കിൽ റൂട്ട് കല എക്സിബിഷനിൽ ലഭ്യമാണ്. ഓണത്തോടനുബന്ധിച്ച് വേറിട്ട ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുന്ന റൂട്ട് കല എക്സിബിഷൻ ഈ മാസം 23-ന് സമാപിക്കും. തൃശൂരിലെ പ്രമുഖ ഹോൾസെയിൽ ഡിസൈനർ ജ്വല്ലറിയായ എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 6ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു.
എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് MD ബാബു മേച്ചേരിപ്പടി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്മിജോ ബാബു, ദീപ ബാബു, അനിറ്റ സ്മിജോ എന്നിവർ സന്നിഹിതരായിരുന്നു. ആഭരണ പ്രേമികൾക്കായി ആകർഷകങ്ങളായ ഓഫറുകളുമായാണ് തൃശൂർ പള്ളിക്കുളം റോഡിലെ എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 6ാം വാർഷികത്തെ വരവേറ്റത്. ചിങ്ങം 1 വാർഷിക ദിനത്തിൽ കേരള ആഭരണങ്ങൾക്ക് 1% പണിക്കൂലി മാത്രമാണ് ഈടാക്കിയത്. കൂടാതെ ആന്റിക്, ചെട്ടിനാട് മുതലായ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവും ലഭ്യമാണ്. സ്വർണ്ണാഭരണങ്ങൾ 1 മാസത്തേക്ക് വിലയുടെ 5%വും 2 മാസത്തേക്ക് 10% മാത്രം നൽകി ബുക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ അതേ തൂക്കത്തിന് സിൽവർ ആഭരണങ്ങൾ സമ്മാനം. വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% കിഴിവ്. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ 1 പവന് 1001 രൂപ അധികം തുടങ്ങിയ ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അഭിരുചിക്കിണങ്ങിയ ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഉപഭോക്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തും ലഭ്യമാക്കും. വിവാഹ പാർട്ടികൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള സൗകര്യങ്ങളും എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് ഓഫറുകളുടെ ഓണക്കാലം സമ്മാനിച്ച് ജോൺസ് ഹോണ്ട കാർസ് ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പൊന്നിൻ ചിങ്ങത്തിന് തുടക്കം കുറിച്ചു. ജോൺസ് ഹോണ്ട കാർസിൽ മെഗാ ചിങ്ങം ഡെലിവറി നടന്നു. തൃശൂർ വിയൂർ ജോൺസ് ഹോണ്ട കാർസിൽ നടന്ന ചടങ്ങ് ഉപഭോക്താക്കൾ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വാഹനങ്ങളുടെ താക്കോൽ കൈമാറി. ഷോറൂം ജീവനക്കാർ, ഉപഭോക്താക്കൾ, ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. മികച്ച കസ്റ്റമർ സർവീസുമായി ഉപഭോക്താക്കളുടെ വിശ്വാസമാർജിച്ച ജോൺസ് ഹോണ്ട കാർസിൽ നിന്ന് ചിങ്ങമാസ പിറവിയിൽ തന്നെ സ്വപ്നവാഹനം സ്വന്തമാക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് ഓരോ വാഹനപ്രേമിയും. ഒരുപിടി മികച്ച ഓഫറുകളുമായാണ് ജോൺസ് ഹോണ്ട കാർസ് ഈ പൊന്നോണത്തെ വരവേൽക്കുന്നത്. സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളാണ് കസ്റ്റമേഴ്സിന് നൽകുന്നത്. കൂടാതെ 50,000 രൂപയുടെ ഗോൾഡ് വൗച്ചറും മെഗാ സമ്മാനമായി ഹോണ്ട CB 125 ഹോണറ്റ് ബൈക്കും സ്വന്തമാക്കാം. കേവലം ടെസ്റ്റ് ഡ്രൈവ് ചെയ്താൽ പോലും സമ്മാനങ്ങൾ നേടാനുമുള്ള സുവർണ അവസരമാണ് ജോൺസ് ഹോണ്ട കാർസിന്റെ തൃശൂർ, വിയൂർ, ഇരിങ്ങാലക്കുട, കോണത്തുകുന്ന് ഷോറൂമുകളിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9946511111. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,270 രൂപ, പവന് 1,14,160 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നെറ്റ് പരീക്ഷ റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച് SFI AG's ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാവർട്ടിയിൽ മകൻ അമ്മയെ വെട്ടിക്കൊന്നു. കുണ്ടുവക്കടവ് റോഡിൽ ചെറിയാൻ ഭാര്യ ഡോളിയാണ് കൊല്ലപ്പെട്ടത്. മകൻ ബൻഹറിനെ പാവർട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാലടി സർവകലാശാലയിൽ VC-ക്കെതിരെ ശവമഞ്ചം ചുമന്ന നടപടി പ്രാകൃതമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ആഭ്യന്തരമന്ത്രി. മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ ചെയർമാന്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച വിദ്യാർത്ഥി സംഘടനകൾ. ചെയർമാന്റെ വീട് KSU ഉപരോധിച്ചു. SFI പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. നാലോണ നാളിൽ തൃശൂർ നഗരത്തിൽ നടക്കുന്ന പുലിക്കളിക്ക് കൊടിയേറി. പുലിക്കളി സംഘങ്ങൾക്കുള്ള ആദ്യഗഡു ധനസഹായം കോർപ്പറേഷൻ വിതരണം ചെയ്തു. ചിങ്ങപ്പുലരിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു.
തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ രക്ഷിതാക്കളോടൊപ്പം എത്തിയ 4 വയസ്സുകാരിയെ തെരുവുനായ ആക്രമിച്ചു. കൈക്കും മുഖത്തും തലയ്ക്കും പരിക്കേറ്റ കുട്ടി അപകടനില തരണം ചെയ്തു. ഗ്വാൽപ്പാറ 1-ാം ഹെയർപിൻ വളവിന് സമീപം വിനോദയാത്രാ സംഘം സഞ്ചരിച്ചിരുന്ന വാൻ മറിഞ്ഞു. രാമേശ്വരം സ്വദേശികളായ 20 പേർക്ക് പരിക്കേറ്റു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.